ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇരിട്ടി അടുത്തുള്ള സ്ഥലത്തേക്ക് ഒരു കുഞ്ഞു ട്രിപ്പ് പോവാണ്. ചെറിയ ട്രിപ്പ്, അത് എനിക്ക് പറ്റത്തുള്ളൂ. കാരണം മക്കളുണ്ട്, ആങ്ങളയുണ്ട്, ചേട്ടായിയുണ്ട്. ഞങ്ങൾ ഒരു 10-15 കിലോമീറ്റർ അല്ല, ഒരു 10-20 കിലോമീറ്റർ, അതിന് കൂടുതൽ പോകാനുള്ള ഒരു സംഭവമൊന്നും എനിക്കില്ല. നാളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. നാളെ ഇപ്പോൾ ഓൾറെഡി കീമോ ആണ്. അങ്ങനെ ചെറിയ രീതിക്ക് ഞങ്ങളൊരു പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്നെ ഹാപ്പിയാക്കാൻ വേണ്ടി എന്നെ മക്കൾ ശ്രമിക്കുന്നതാണിത്. ഞാൻ ഓൾറെഡി ഹാപ്പിയാണ്. ഇതെല്ലാം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പറയുന്നത് അമ്മയെ ഹാപ്പിയാക്കണം, അമ്മയെ ഹാപ്പിയാക്കണം. അതാണ് എൻ്റെ മക്കളുടെ സംഭവം. എത്തിയിട്ടുണ്ട്, ഇരിട്ടിപ്പാലം കടക്കുവാണ്. ഇരിട്ടിപ്പാലം കടന്നിട്ട് ഞങ്ങളുടെ ഉദ്ദേശം വയനാട് വരെ പോകണമെന്നുണ്ട്. പക്ഷെ എത്രത്തോളം എത്തുമെന്ന് അറിയില്ല. എൻ്റെ ക്ഷീണം അനുസരിച്ചൊക്കെ മുമ്പോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. പഴയ പാലം, പുതിയ പാലം, ഇതൊക്കെയാണ് ഇരിട്ടിയുടെ, നമ്മുടെ ഇരിട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ച് തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം നമ്മുടെ ഈ അടുത്ത ഇതാണ് ഇരിട്ടി ടൗണ്. ഇരിട്ടി ടൗൺ എന്ന് പറഞ്ഞാൽ എത്രയോ മനോഹാരിതയുള്ള ഒരു പ്രദേശം ഇല്ല എന്നുള്ളത്. ഞാൻ ശരിക്കും ചെമ്പേരിക്കാരിയാണ്, പക്ഷേ എന്നെ കല്യാണം കഴിച്ച് വന്ന ഇരിട്ടിയിലേക്കാണല്ലോ. അപ്പം എനിക്ക് ചെമ്പേരിയേക്കാൾ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ ഇരിട്ടിയാണ്. എന്നാ പറയുക, ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം ഇരിട്ടിയിലാണ് ഞാൻ ചിലവഴിക്കുന്നത്. അത്രത്തോളം ഹാപ്പിയാണ് ഞാൻ ഇരിട്ടിയിൽ. എല്ലാ സംഭവങ്ങളും ഇരിട്ടിയിലുണ്ട്. പിന്നെ മനുഷ്യരും നല്ലതാണ്. ഞങ്ങൾ ഇരിട്ടി കഴിഞ്ഞു, ജബ്ബാർക്കടവ് പാലം കഴിഞ്ഞു, കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. ബത്തക്ക വെള്ളം ഉണ്ടായിരുന്നു, നല്ല മോരും വെള്ളം ഉണ്ടായിരുന്നു, മോര് സോഡയാണ്, മോരും വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മാങ്ങ മേടിച്ചു. പിന്നെ അതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ പുറകോട്ടുള്ള വ്യൂസൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ മുമ്പോട്ട് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരയാത്രയാണല്ലോ, അപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണം ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഉറങ്ങിപ്പോയി. പിന്നെ അതുകൊണ്ട് ഞാൻ ബാക്കിലിരുന്നു. പിന്നെ ആശിക്കൂട്ടനും ചേട്ടായി ഫ്രണ്ടിലായിരുന്നു. ഞങ്ങളങ്ങനെ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ക്ഷീണമാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നിർത്താം, നമ്മൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റോപ്പാക്കി നമുക്ക് തിരിച്ച് വരാം എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു പോകുന്നത്. പക്ഷേ എന്തോ ഭയങ്കര വൈബായിരുന്നു പോക്ക്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം മുഴുവൻ വയനാടാണ്. ഇങ്ങനെ പോകുന്ന വഴിക്ക് പൊന്നു ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. പൊന്നിൻ്റെ കോമഡി കേട്ടിട്ട് ഞങ്ങൾ കുറച്ച് ചിരിക്കും. പിന്നെ പൊന്നിൻ്റെ മുഖത്തോട് നോക്കുമ്പോൾ ഞങ്ങൾ ചിരിക്കുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും മുന്നിനൊരു സങ്കടമുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ പിന്നെ ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഏകദേശം കൊട്ടിയൂരൊക്കെ ഭാഗം എത്താനായി എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാക്കിയിട്ടൊക്കെ പോകാം എന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരപ്പം ചേട്ടായി പിന്നെ പറയുന്നത്, ചേട്ടായിക്ക് ലൈമ് വേണം. അന്നേരപ്പം ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ലൈമ് കുടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഉത്സവമൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പിന്നെ എല്ലാവരും ആൾക്കൂട്ടുള്ള അടുത്ത് ഇറങ്ങത്തില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പിന്നെ ഇപ്പം പള്ളി ഒരു കുരിശുപള്ളിയിലാണ് എത്തിയേക്കുന്നത്. കാരണം പിന്നെ എന്നാ പറയുക, ചുരം കയറി ചെല്ലുന്നിടത്തൊരു കുരിശുപള്ളിയുണ്ട്. അതിപ്പോൾ ഓപ്പൺ ആക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി, ജസ്റ്റ് ഉള്ളിൽ കയറാൻ നോക്കി. അവർ സമ്മതിച്ചില്ല. കടക്കാർ പറഞ്ഞു ഉള്ളിൽ കയറണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പുറത്തുനിന്നൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ പിന്നെ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഏകദേശം ഇപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 20 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. യാത്ര ചെയ്തിട്ട് കുറച്ചുകൂടി ഉഷാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങളിപ്പം മാനന്തവാടി കഴിഞ്ഞു. ബണാസുര അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പറ്റിയാണെന്ന് അറിയില്ല. ഓൾറെഡി ഇപ്പം 4:30 ആയിട്ടുണ്ട്. 5 മണിക്ക് അടയ്ക്കോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്താണേലും ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഞങ്ങൾ പോകുന്ന വഴിക്ക് ശരിക്കും പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാം എന്നൊക്കെ പ്ലാനിട്ട് ഞങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം ഇവിടുത്തെ വയനാട്ടിലെ ചായപ്പൊടിയൊക്കെ ശരിക്കും പേര് കേട്ട ചായപ്പൊടിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കുറച്ചും കൂടെ എത്തി. വയനാട്ടിലോട്ട് പോകുന്ന റോഡിൻ്റെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും വളവും തിരിവുമൊക്കെയാണ്. പക്ഷേ നല്ലൊരു സീനറി വ്യൂ ഒക്കെയാണ്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെയാണെന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഉരുൾ പൊട്ടുകയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു സമയത്തൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഞങ്ങൾ ശരിക്കും പിന്നെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമൊക്കെയാണെന്ന് തോന്നിയത്. അപ്പം ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുളയരി പായസമൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. റോഡ് സൈഡിൽ മുളയരി പായസം അങ്ങനെയൊക്കെ ആയിട്ട് വിൽക്കുന്നു. കരിമ്പൻ ജ്യൂസൊക്കെ ആയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രലോഭനമുണ്ട്. അതുകൊണ്ട് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി സ്പീഡിൽ വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. ആശുപത്രി ഇനി എവിടെയും ചവിട്ടുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വണ്ടി ഇങ്ങനെ സ്പീഡിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള ഞങ്ങൾ ധാരണയിലാണ് പോകുന്നത്. കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അരമണിക്കൂർ കൂടെ കൂടുതൽ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഒരു 4:30 അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പാക്കുമെന്നാണ് പറയുന്നത് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സൺഡേ ആണല്ലോ, കുറച്ച് ആൾക്കാരൊക്കെ കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ടീച്ചറെ എന്താണേലും പിന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു ധാരണ തന്നെ ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, കാരണം സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഓൾറെഡി പിന്നെ ടൗണിലൊക്കെ ആണെങ്കിലും തിരക്കാണ്. ചുരം കയറി ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. കാരണം വ്യൂ ഭയങ്കരമാണ്. നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഞങ്ങൾ ജസ്റ്റ് ഒരു പാലമൊക്കെ കടന്ന് ഞങ്ങളിങ്ങനെ കടന്നു പോവുകയാണ്. കാരണം പിന്നെ അത്ര ഒരു ഭംഗിയുള്ളൊരു പ്രദേശമാണ് കേട്ടോ. വയനാടിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു, ഞങ്ങൾ ഇറങ്ങുകയാണ്, ഞങ്ങൾ നടന്നു പോകുന്നു. കാരണം അതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് ഞങ്ങൾ പോവുക കേട്ടോ. കാരണം ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ട് പാർക്കിങ് വെച്ചു. ജസ്റ്റ് ആദ്യത്തെ പടി കരിക്കും വെള്ളം കുടിക്കുന്നു. കാരണം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഫുഡോ വെള്ളമോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. എന്നിട്ട് ഞങ്ങൾ മെയിൻ എൻട്രൻസ് കടന്ന് പോകാൻ വേണ്ടി ഇരിക്കുന്നു. ചേട്ടായാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ഇട്ടേക്കോ കേട്ടോ. ആ എൻട്രൻസിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഞങ്ങൾ അതിനകത്തേക്ക് കയറുവാണ്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കാണ്. ഞങ്ങൾ പിന്നെ ഡാമിൻ്റെ അടുത്തോട്ട് പോകാനായിട്ടില്ല, കാരണം ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, കാണാനുണ്ട്. അതുകൊണ്ട് ഡാമിൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ. പിന്നെ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് എർത്ത് ഡാമാണ് നമ്മുടെ ബാണാസുര. അതുകൊണ്ട് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒന്ന് വരണം എന്നൊക്കെ, പക്ഷേ ഇവിടെ നിന്ന് വരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അടുത്ത് തന്നെ ആണെങ്കിലും എല്ലാവർക്കും അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് കറക്റ്റൊന്നും വരാൻ പറ്റിയിട്ടില്ല ഇവിടെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഭയങ്കര ഹാപ്പിയിലാണ്, ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അവിടെ എന്തോ ഷൂട്ടിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോയേക്കുവാണ്. കുറേ കാണാനുണ്ട്. അവർ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ആയിട്ട് അവരതിന് പുറകെ ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പതുക്കെ മന്ദം ആയിട്ട് അങ്ങോട്ട് നടന്ന് നീങ്ങുവാണ്. ഞങ്ങളുടെ ലിറ്റാപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ഏരിയയാണ് ഇവിടെ. എൻ്റെ യുവം ഇതിനാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടറിയാൻ നമ്മൾ പ്ലെയിനിൽ കൂടെ ആൾക്കാർ കടന്നു പോകുന്നു. പിന്നെ എല്ലാം ഹാപ്പി മൊമെൻറ്റ്സൊക്കെയാണ്. ഓൾറെഡി പൊന്നൂസൊക്കെയാണ് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഐ ലവ് വയനാട് ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ജസ്റ്റ് വന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുവാണ് എല്ലാവരും. ഞാനും ഇവിടെ പോയി നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, വയനാടിൻ്റെ മനോഹാരിതയാണിത് ഏറ്റവും ഹാപ്പി ആയിട്ട്, അതൊരു പ്രത്യേക രസമാണ്. മുളയുടെ മനോഹാരിതയാണ് ശരിക്കും. രണ്ട് സൈഡിൽ ഒത്തിരി ചെടികളുണ്ട്, കാരണം മുളകളുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. ഞാനും പൊന്നും ഇങ്ങനെ നടന്ന് പോകുന്നു. പൊന്നു സൺഡേ ആയിരുന്നു. പിന്നെ ചേട്ടായി ഉണ്ട്. പിന്നെ എല്ലാവരും അവരവരുടെ എന്നാ പറയുന്ന വൈബ് അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് നടന്നുകൊണ്ട് തിരക്കുകളെല്ലാം ഇവിടെ ഒഴിഞ്ഞു കേട്ടോ. എല്ലാവരും തിരിച്ചു പോകാനായി. സെക്യൂരിറ്റി വന്ന് എല്ലാവരോടും തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. തിരക്കുകളെല്ലാം ഒഴിഞ്ഞു. പക്ഷേ നല്ലൊരു രസമാണ്, നല്ല വൈബാണ് കേട്ടോ ഏരിയ. ഞാൻ ഒന്നും കൂടി ഇരുന്ന് ആ കസേരയിലൊക്കെ എവിടെ നിന്നും കൂടി ഇരുന്ന് ഒന്ന് സൗന്ദര്യമൊക്കെ ആസ്വദിക്കുവാണ്.
എന്താണേലും കിട്ടിയ സമയത്തിന് ഞാനും പൊന്നും കൂടെ ഒരു ഊഞ്ഞാൽ കണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഊഞ്ഞാലിൻ്റെ മേലെയായിരുന്നു. പൊന്നിനെ ഞാനിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസിന് ഒത്തിരി ദൂരെയൊക്കെ പോകാൻ പേടിയാണ്. മമ്മി പതുക്കെ 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 എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊക്കെ ഊഞ്ഞാലൊക്കെ ആട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയുള്ള ചെറുതായിട്ടുള്ള വെള്ളത്തിൽ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേങ്കിൽ ടൈമൊക്കെ തെറ്റിയതുകൊണ്ട് കുഞ്ഞുമക്കളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. ഏതായാലും ടൈമൊക്കെ കഴിയാനായി. ഞങ്ങൾ പതുക്കെ 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 പോയേക്കാന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കുന്നു. അപ്പം ആരെയും കാണുന്നില്ല. മനുഷ്യനൊക്കെ മാറി മാറി അവിടെ എവിടെയൊക്കെ ഉണ്ട്, എല്ലാവരും വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പോകാൻ വേണ്ടിയൊക്കെ നോക്കുക കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ ഡാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒത്തിരി ജനസമ്മർദ്ദമാണ് ഇവിടെ. കാരണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് മാസ്ക് ഇടാൻ നിൽക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കടന്നു പോവുക. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങി. ജസ്റ്റ് ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പതുക്കെ നടന്ന് പോവുകയാണ്. കാരണം ഇവിടെയൊക്കെ പിന്നെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. കടകളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും എന്നാ പറയുന്നത് ഒരു കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഒരു കവാടമൊക്കെ അടച്ചെങ്കിലും എല്ലാവരും പുറത്തിറങ്ങി തിരിച്ച് പോകാൻ വേണ്ടി നോക്കുന്നു. ഞങ്ങളതുപോലെ തന്നെ ഇറങ്ങി. ടൗൺ കഴിഞ്ഞു. ബോയ്സ് ടൗണിൻ്റെ ഈ ഏരിയയിൽ കടുവ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസുകാരോട് തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. സൂക്ഷിച്ചു പോകണം, കടുവ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ഏരിയയിൽ പിന്നെ അങ്ങനെ കടുവ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല, പക്ഷേ ഈ ഏരിയയിൽ ഇപ്പോൾ കടുവയുണ്ട്. അതുകൊണ്ട് ഓൾറെഡി എല്ലാ വാഹനങ്ങളും അവരെ തടഞ്ഞു നിർത്തിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. 2 വീലറൊന്നും കടത്തി വിടുന്നില്ല.